രീതി കേരളത്തിന്റെ സാമൂഹ്യ സമരസതയെ തകർക്കുന്നതും കേരളത്തിന്റെ മതനിരപേക്ഷ നിലപാടുകളെ എതിർക്കുന്നതും വിഷമമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ്. ഇത് വടകരയിൽ സ്വീകരിച്ചിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമോ അതിലും ഗുരുതരമായിട്ടുള്ളതുമായിട്ടുള്ള പ്രചരണ രീതിയാണ് ഇന്ന് CPM അവലംബിച്ചിട്ടുള്ളത്. ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് CPM ആണെങ്കിലും പരസ്യത്തിന്റെ പണം കൊടുത്തത് BJP ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ BJPയിൽ നിന്നാണല്ലോ ഞാൻ പോകുന്നത്. വിഷമം ഉണ്ടാകേണ്ടത് BJPക്കാണല്ലോ. അപ്പോൾ അതിനേക്കാൾ എന്തിനാണ് CPM ഇങ്ങനെ വിഷമിക്കുന്നത് പാലക്കാട്ടെ കാര്യത്തിൽ? അതും ആ പരസ്യം കൊടുക്കാൻ അവർ തെരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് മാധ്യമങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ്. ഇത് തികച്ചും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇത്തരത്തിൽ നടത്തുന്ന വർഗീയ വിഭജനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും, തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ട്, ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. ഒന്ന്. രണ്ട്, മനോരമയുടെ ഒരു ചർച്ചയിൽ അയ്യപ്പദാസ് ആങ്കർ ചെയ്തൊരു ചർച്ചയിൽ CPMന്റെ കുണ്ടന്നൂർ MLA ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എന്റെ തലയിൽ ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് മോശമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത വണ്ണം ഉള്ള പ്രസ്താവന നടത്തി. അതിന്റെ ഒരു വല്ലാത്ത പ്രത്യാഘാതം CPMന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പാണക്കാട് കുടുംബത്തിനെതിരായി നടന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണത്തിനെതിരെ പാലക്കാട് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നപ്പോൾ ഇന്ന് വർഗീയ വിഭജനത്തിന് വേണ്ടി പുതിയ തുറുപ്പുചീട്ടുമായി വന്നിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ അപലപിക്കേണ്ടതാണ്, കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയേണ്ടതാണ്. മാത്രമല്ല, ഞാൻ പാടെ തള്ളിക്കളയുകയും വിഷമമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് മോചിതനായി ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം പഴയ കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത്? ഇനി ഞാൻ അത്ര മോശക്കാരനായിരുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകും എന്ന് ശ്രീ AK ബാലൻ പറഞ്ഞത്? ബാലേട്ടൻ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നല്ല ഒന്നാന്തരം കോമ്രേഡ് ആകുമെന്ന് സർട്ടിഫിക്കറ്റ് തന്നത് ശ്രീ AK ബാലൻ തന്നെയല്ലേ? ബാലേട്ടൻ എന്നെ അറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. വ്യക്തിപരമായി ഞാൻ നല്ല ആളാണെന്ന് ബാലേട്ടൻ പറഞ്ഞില്ലേ? MP രാജേഷ് പറഞ്ഞില്ലേ? നിലപാട് തിരുത്തി വന്നാൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നതിന് ശേഷം ഞാൻ എന്തോ മോശക്കാരനാണെന്ന് ഇപ്പൊ പറയുമ്പോൾ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തള്ളിക്കളയും എന്ന കാര്യം സംശയം വേണ്ട. ഇത് പാലക്കാട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭീതിയിലാഴ്ത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കാൻ പോകുന്ന വലിയ വിജയം CPM BJP സഖ്യത്തെ പരിഭ്രാന്തിയിലാക്കിയിരിക്കും. വൻ വിജയം രാഹുൽ മാങ്കൂട്ടത്തിന് UDFന് ഉണ്ടാകുമെന്ന് ഉറപ്പു വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ഒരു ശോഭ കെടുത്താൻ സാധിക്കുമോ എന്നൊരു പരിശ്രമം നടത്തി നോക്കുകയാണ്. ഇത് വടകരയിലെ സ്ക്രീൻഷോട്ട് പോലെ CPMന് ബൂമറാങ് ആയിട്ട് വരും, തിരിച്ചടിക്കുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പാർട്ടിയുമായിട്ട് ആലോചിച്ച ശേഷം പാർട്ടി നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. താങ്കൾ ഇപ്പോഴും RSS വിട്ടിട്ടില്ല എന്നാണ് AK ബാലനും MP രാജേഷും പറയുന്നത്. മാത്രമല്ല താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും പഴയ പോസ്റ്റുകൾ പോലും ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയാണ് എന്ന് MP രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സരിൻ കോൺഗ്രസ് വിട്ട് പോന്നിട്ടുണ്ടോ? സരിന്റെ പഴയകാല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള, നമ്മൾ അതാത് കാലങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ, നമ്മൾ അതാത് കാലങ്ങൾ അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത്. അത് എന്റെ ഭൂതകാലം അങ്ങനെയല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നു ഞാൻ. പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDFിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്രകുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മതേതരത്വ വിശ്വാസികൾ, മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അത് CPMനും BJPക്കും ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട്. പരാജയം CPMനെയും BJPയെയും തുറച്ചു നോക്കുകയാണ്. കോൺഗ്രസിന്റെ UDFന്റെ അത്ഭുതകരമായ വിജയം, അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറികെട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് ശാഖ തുടങ്ങാനല്ല, അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തുകൊള്ളാൻ പറഞ്ഞതാണ്. അത് എന്റെ അമ്മ വിട്ടുകൊടുത്താണ്, എന്റെ സ്ഥലമല്ല. അപ്പോൾ എന്റെ അമ്മ വിട്ടുകൊടുത്താണ്. എന്റെ അമ്മയുടെ തന്നെ പേരിലുണ്ടായിരുന്ന ഒരു ബിൽഡിംഗിലാണ് BJP ഓഫീസ് ഉണ്ടായിരുന്നത്. അത് അവർ അവിടുന്ന് നീക്കി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കും. ആ സ്ഥലം
എന്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് അത് എനിക്ക് മാറ്റാൻ സാധിക്കില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഒരു വർഷം ഞാൻ കാത്തിരിക്കും. ആ ഒരു വർഷത്തിലുള്ള അവർ എപ്പോൾ വേണമെങ്കിലും എന്റെ അമ്മയുടെ, കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് രേഖകൾ, കാരണം അന്ന് അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്, രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മ കൊടുത്ത വാക്കിന് ഞാൻ പിന്മാറില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ ഒരു വർഷം സമയം കൊടുക്കും. ആ ഒരു വർഷം സമയത്തിനുള്ളിൽ, കുറേ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഒരു വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും. അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് എന്റെ പാർട്ടിയോട് കൂടി ആലോചിച്ച് ഞാൻ ചെയ്യും. പക്ഷേ എന്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് ഒരു വർഷത്തെ ഒരു മൊറട്ടോറിയം, ഒരു വർഷത്തെ ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. കാരണം ഞാൻ കൊടുത്ത വാക്കല്ല, എന്റെ സ്ഥലമല്ല. എന്റെ അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഭാഗമായി കിട്ടിയ സ്ഥലം എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്താണ്. അപ്പോൾ അത് അമ്മ കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയിരുന്നു. അമ്മയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ പോകാനൊക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ, എന്തായാലും മരിച്ചുപോയ അമ്മയുടെ വാക്ക് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു വർഷത്തിൽ സമയം കൊടുക്കുകയാണ്. അതിനകത്ത് അവരത് ചെയ്യട്ടെ. ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അത് മാത്രമേ കാര്യത്തിൽ പറയാം. ഈ പാലക്കാട് എങ്ങനെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്റെ ചെറുപ്പത്തിൽ മുതൽക്ക്, ഞാൻ പറയട്ടെ സുഹൃത്തെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് പൊതുരംഗത്ത് പൊതുജനങ്ങളെ സേവിക്കാൻ, സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ടൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. മതനിരപേക്ഷ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും ഒക്കെ കോൺഗ്രസ് പാർട്ടി എനിക്ക്, UDF എനിക്ക് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. ഞാൻ സന്തോഷപൂർവ്വം ആ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടെ പ്രവർത്തിക്കും. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ ഇറക്കിയ പരസ്യത്തിൽ താങ്കളെയാണ് അവർ LDF ലക്ഷ്യമിടുന്നത്. ഇത് താങ്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട് താങ്കൾ അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ടായിരിക്കുമോ ഇത്തരമൊരു നീക്കം? നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്തരം വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ വർക്കാണ്. ഈ രണ്ട് കൂട്ടരും ഒന്നാണ്. പാലക്കാട് വാസ്തവത്തിൽ മത്സരം നിങ്ങൾ പറയാൻ ചോദിക്കുന്നുണ്ട്, ആരൊക്കെ തമ്മില മത്സരം? പാലക്കാട് മത്സരം ആരൊക്കെ തമ്മില? പാലക്കാട്ട് മത്സരം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് CPM BJP സഖ്യമാണ്. ആ CPM BJP സഖ്യമാണ് ഇന്നത്തെ ഇതിന് പുറകിലുള്ളത്. ഇന്നത്തെ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണെങ്കിൽ പോലും ആ പരസ്യത്തിന്റെ പണം പോയിട്ടുള്ളത് BJP ഓഫീസിൽ നിന്നാവാനാണ് സാധ്യത. ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് എന്റെ നിലപാട്. ഇതിലെ സ്ഥിരമായി ഇത്തരത്തിൽ CPM ഉം BJP തമ്മിൽ ഒരു ധാരണയുണ്ട് എന്ന് കാലങ്ങളായി UDF ഉം കോൺഗ്രസും ആരോപിക്കുന്നതാണ്. അതുണ്ട് തന്നെയാണോ സന്ദീപ്? ഞാൻ പറഞ്ഞല്ലോ, CPM BJP സഖ്യം എത്രയോ കാലമായി പാലക്കാടുണ്ട്. 91 മുതൽ 95 വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി എങ്ങനെയാണ് ഭരിച്ചത്? CPMകാർ അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ കൊടുത്തില്ലേ BJPയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട്? എന്തെങ്കിലും ജാള്യത അവർക്കുണ്ടായിരുന്നു? ആ കാലഘട്ടം ഏതായിരുന്നു? ആ കാലഘട്ടം 92-ൽ അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന കാലത്ത് പോലും CPM BJPയുമായി സഖ്യത്തിലാണ് പാലക്കാട്. 92 ഡിസംബർ 6-ന് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അതിനുശേഷം അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അതിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയത്തിന് CPMന്റെ അന്നത്തെ ചെയർമാൻ അവതരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ ലോക്സഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ആ അയോധ്യയുടെ സമയത്ത്, ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കാൻ പോലും തടസ്സം നിന്ന പാർട്ടിയാണ് CPM. ആ CPMന് ഇതൊക്കെ പറയാൻ അർഹതയുള്ളത്. ഈ സാദിഖ് അലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അനുയായിയായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട്. അങ്ങനെ വിമർശിക്കാൻ പറ്റാത്ത ഒരാളാണോ സാദിഖ് അലി തങ്ങൾ? നമുക്ക് പാണക്കാട് കുടുംബം, കൊടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും ഈ നാടിന്റെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കമില്ലല്ലോ. ആർക്കും ആ വിഷയത്തിൽ ഒരു എതിരഭിപ്രായമില്ലല്ലോ. ഒരു ആത്മീയ തേജസ്സാണ് പാണക്കാട് കുടുംബം. അവരെ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. വാസ്തവത്തിൽ മുഖ്യമന്ത്രി, 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കണ്ടേ? വലിയൊരു സന്ദേശമല്ലേ നൽകിയത്? ആ തങ്ങൾ കുടുംബം നൽകിയ സന്ദേശം എന്താ? പാണക്കാട് കുടുംബം നൽകിയ സന്ദേശം എന്താ? ഈ രാജ്യത്ത് മതമൈത്രി ഉണ്ടാവണം, സാഹോദര്യം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ അത് തിരുത്തി വരുന്ന ഒരാളെ സ്വീകരിക്കാതിരിക്കരുത് എന്ന് ആ കുടുംബം ഒരു സന്ദേശം കൊടുക്കുന്ന സമയത്ത് അവരെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ. എന്നെ ആക്ഷേപിച്ചോട്ടെ, മുഖ്യമന്ത്രി ആക്ഷേപിച്ചോട്ടെ. പക്ഷേ എന്തിനാണ് പാണക്കാട് കുടുംബത്തെ വെറുതെ അകാരണമായി ആക്ഷേപിക്കുന്നത്? ഇത് അകാരണമായിട്ടുള്ള ആക്ഷേപമാണ്. അതെന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ പൊറുക്കില്ല, കേരളത്തെ ജനങ്ങൾ പൊറുക്കും. പക്ഷേ SDPയുടെയും താങ്ക്യൂടെയും വോട്ട് വേണ്ടാന്ന് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPMന്റെ ആരോപണം ബാലമുരളി താങ്കൾ അറസ്റ്റ് കിട്ടിയിട്ടില്ലെന്നതാണ് ആരോപണം ശരിവെക്കുന്നതല്ലേ? അതിനകത്ത് പറയും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അല്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബാലേട്ടൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എന്നെ ക്രിസ്റ്റൽ ക്ലിയർ സഖാവെന്ന് വിശേഷിപ്പിച്ചതും നല്ല സഖാവെന്ന് വിശേഷിപ്പിച്ചു? അല്ലല്ലോ, ഞാൻ ശരിവെക്കില്ലല്ലോ. എന്റെ അമ്മ കൊടുത്ത വാക്ക് എനിക്ക് മാറ്റാൻ ഒരു വർഷത്തെ സമയം കൊടുക്കുന്നു. അത് എന്റെ മര്യാദയാണ്. അല്ല, എന്റെ അവകാശപ്പെട്ട സ്വത്തായിരിക്കാം, പക്ഷെ എന്റെ അമ്മ കൊടുത്ത വാക്കാണ്. എന്റെ അമ്മ കൊടുത്ത വാക്ക് മാറ്റണം. നിങ്ങൾ അമ്മ കൊടുത്ത വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞ ഒരു വർഷത്തെ സമയം കൊടുക്കും. അങ്ങനെയല്ല. എന്റെ അമ്മ കൊടുത്ത, എന്റെ അമ്മയുടെ വാക്കിന് എനിക്ക് അത് നോക്കൂ,
മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച ആളാണ്. അതൊരു വിഭാഗം ഉണ്ട്, അറിയാം നമുക്ക്. അത്ര വിശ്വാസം ഉണ്ട്, അറിയാലോ. അതുകൊണ്ട് എന്റെ സ്വർഗം എന്ന് പറയുന്നത് എന്റെ മാതാവിന്റെ കാൽച്ചുവട്ടിൽ കൂടിയാണ്. അപ്പൊ എന്റെ മാതാവ് കൊടുത്തൊരു വാക്ക് തല പോയാലും മാറ്റാൻ എനിക്ക് കഴിയില്ല. അതിന്റെ മാനുഷികമായിട്ടുള്ള പ്രശ്നം. അത് ഞാൻ ഒരു വർഷത്തെ സമയം കൊടുത്തിരിക്കും. വിഷയം അത് താങ്കളുടെ അഭിപ്രായം, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അല്ല, എന്റെ അഭിപ്രായം ഞാൻ എന്റെ അമ്മയുടെ വാക്കിന് എനിക്കൊരു വില കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു അല്ലെങ്കിൽ എന്റെ മര്യാദകളായിട്ട് കണക്കാക്കും. ആ ഒരു വർഷം അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം. ആ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം സ്വാഭാവികമായിട്ട് ചെയ്യും. ആ ഭൂമി എന്തായാലും ഞാൻ ഉപയോഗിക്കില്ല. ആ ഭൂമി എന്റെ അമ്മ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഭൂമി, നല്ല വില കിട്ടുന്ന ഭൂമിയാണ്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുന്ന ഭൂമിയാണ്. എന്തായാലും അതിൽ നിന്നൊരു നയാ പൈസ വരുമാനം എനിക്കോ എന്റെ മോനോ എന്റെ ഭാര്യയ്ക്കോ ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമില്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും.